ഹലോ, ന്യൂ ഇയർ കഴിഞ്ഞിട്ട് പോയിട്ടേ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മടിയുണ്ടോ? എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അത് ഞാൻ മാറ്റി. എങ്ങനെയെന്നല്ലേ, ഈ പറയുന്ന 8 കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാനൊരു ഹാബിറ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്നാൽ അതല്ല. എല്ലാ ദിവസവും ഇതൊന്നും എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ഈ റുട്ടീൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ ഒക്കെ കണ്ടിട്ട് വരൂ. ഞാൻ അപ്പോഴത്തേക്ക് ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഡേ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമായിരുന്നു രാവിലെ എണീക്കുക എന്നത്. അലാറം വെച്ച് രാവിലെയൊക്കെ പല ദിവസങ്ങളിലും എണീറ്റ് നോക്കിയപ്പോൾ ഒക്കെ ഒരു ഉന്മേഷക്കുറവ് തോന്നി. വർക്കുള്ള ദിവസങ്ങൾ പോലെ അല്ലല്ലോ മറ്റ് ദിവസങ്ങൾ. സ്ട്രെസ് ചെയ്ത് നേരത്തെ എണീക്കുമ്പോൾ ഞാൻ ടയേർഡാകുന്ന പോലെ ഫീൽ ചെയ്തു. എന്നെപ്പോലെ രാവിലെ എണീക്കാൻ മടിയുള്ളവരായിരിക്കും നിങ്ങളിൽ ഓരോരുത്തരും. അപ്പോൾ സ്ട്രെസ്സൊന്നും ഇല്ലാതെ എണീക്കാൻ പറ്റുന്നൊരു നോർമൽ വേക്കപ്പ് ടൈം സെറ്റ് ചെയ്ത് ആ ടൈമിൽ എണീക്കാൻ ശ്രമിക്കാറുണ്ട്. വർക്ക് ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരു 7-നും 8-നുമുള്ളിൽ. പിന്നെ രാവിലെ എണീക്കുന്നവർ ഒരിക്കലും ആ ശീലം മാറ്റരുത്. അത് നല്ലൊരു ശീലമാണ്. എന്നെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാ. മെല്ലെ മെല്ലെ ഇത് ശരിയാകുമായിരിക്കും. എണീറ്റ് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്കും ബ്രഷ് ചെയ്യാനും ഒക്കെ പോകുന്നതിന് മുന്നേ ബെഡൊക്കെ ഒന്ന് വിരിച്ച് പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് വെക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ഹാബിറ്റാണ്. കാരണം നമ്മൾ എണീറ്റ ഉടനെ ഒരു ഡിസിപ്ലിൻ ബിഹേവിയർ കാണിക്കുകയാണ്. അത് നമ്മുടെ ബ്രെയിനിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു ഡേ ഫുള്ള് ഹാപ്പി മൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതെന്നെ സഹായിക്കാറുണ്ട്. ഞാനിത് എല്ലാ ദിവസവും ചെയ്യാറുമുണ്ട്. പിന്നെ ശീലിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ അത് സെറ്റാകും, ഒരു ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ജസ്റ്റ് മൂവ് യുവർ ബോഡി. പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാനിപ്പോൾ മെഡിറ്റേഷൻ, യോഗ, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരു വർണ്ണത്തിൻ്റെ ജതിസ്വരം, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇതെല്ലാ ദിവസവും പോസിബിളായിട്ടുള്ള കാര്യമല്ല, വർക്കില്ലാത്ത ദിവസങ്ങളിലെ കാര്യമാണ് പറയുന്നത്. എൻ്റെ ബോഡി അത്യാവശ്യം ഫ്ലെക്സിബിളായിട്ട് തന്നെ മൂവ് ചെയ്യുന്നൊരു ബോഡിയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് യോഗയും എക്സസൈസും ഒന്നും ചെയ്യാണ്ട് അനങ്ങാപ്പാറയായിട്ടിരുന്നപ്പോഴത്തേക്ക് അതിൽ നല്ല മാറ്റം വന്നു. ഹെൽത്ത് ഇഷ്യൂസും അതുവഴി ഉണ്ടായി. അതുകൊണ്ടൊക്കെയാണ് പയ്യെ അനുവിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഇതൊക്കെ പയ്യെ റീസ്റ്റാർട്ട് ചെയ്തത്. ഇനി ചൂടുവെള്ളത്തിലൊരു കുളി പാസ്സാക്കിയിട്ട് വരാം. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സ്കിന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രിയിലത്തെ ഡ്രസ്സൊക്കെ മാറി രാവിലെ പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുങ്ങി പ്രസൻറ്റബിളായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. വെള്ളം കുടിക്കാൻ നല്ല മടിയുള്ള ആളായിരുന്നു ഞാൻ. നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക. ഈ ഒരു ബോട്ടിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ബോട്ടിൽ രാവിലെ തൊട്ട് എൻ്റെ കൂടെ ഉണ്ടാകും. ഞാനത് തീരുന്ന അനുസരിച്ച് റീഫിൽ ചെയ്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഡേ ഏകദേശം 3 തവണയൊക്കെ എനിക്ക് റീഫില്ല് വേണ്ടി വരും. അത് ശരിക്കും കുറവാണെന്നാണ് അനുവ് പറയുന്നത്. എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ, ഡോണ്ട് സ്കിപ്പ് യുവർ മീൽസ്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും വയറ് നിറച്ച് ഫുഡ് കഴിക്കുക. ബോഡിക്ക് ഏറ്റവും ആവശ്യം ഈ ഫുഡ് തന്നെയല്ലേ. കഴിവതും 8 മണിക്ക് മുന്നേ ഞാൻ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ. അതല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു പാർട്ട് മാത്രം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നല്ലതായിട്ട് ഉറക്കം വരില്ല, അസിഡിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് ഇതെല്ലാം. അപ്പോൾ 3 നേരത്തെ ഫുഡും മിസ് ചെയ്യാതെ കഴിക്കുക. പ്ലാൻ യുവർ നെക്സ്റ്റ് ഡേ. ഞാൻ റീസെൻ്റായിട്ട് ചെയ്തു തുടങ്ങിയിട്ട് ഏറ്റവും നന്നായി ടൈം യൂട്ടിലൈസ് ചെയ്യാനും ഒന്നും മറക്കാതെ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തീർക്കാനും ഇതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വരലിബി വന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെയോ ആ ദിവസം ചെയ്തുവെന്ന് നമുക്ക് തോന്നും. ഒരു ദിവസത്തെ എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി ചിലപ്പോൾ ഇതായിരിക്കും, എൻ്റെ കിച്ചൺ ക്ലീനിങ്. ഒരുപാട് പാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡിഷ് വെക്കാറുള്ളൂ. അതല്ലെങ്കിൽ ജസ്റ്റ് കഴുകി വെക്കും. പാത്രം കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ എല്ലാ ദിവസവും ഞാൻ കിടക്കാറുള്ളൂ. രാവിലെ എണീറ്റ് വരുമ്പോൾ ഇത് എനിക്കൊരു ഫ്രഷ് ഫീല് നൽകാറുമുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആവണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി തിരിച്ചെത്തുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സായി.